അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പ്രൊഫൈസ് വേവ്സിൻ്റെ ഈ ഒരു നിമിഷത്തിൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ആദരണീയനായ ഡോക്ടർ ഫവാസ് ടി കെ അവറുകളാണ്. പക്ഷേ അതാ പ്രൊഫൈസ് നമുക്കറിയാം, മെയിനായിട്ട് ആലോചിക്കുമ്പോൾ അത് പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ ഫാമിലി കോൺഫറൻസ് ആണ്. അപ്പോൾ അതിൽ മുതിർന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഇതൊരു 4ാമത്തെ എഡിഷനിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈസ് എന്നുള്ളത് കുട്ടികളൊരു പാർട്ടിസിപ്പേഷൻ ഒരുപാട് കൂടി വരുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് അവർ വളരെ ഹാപ്പിയാണ്. അവർക്കൊരു പുതിയൊരു സംതിങ് കിട്ടിയ പോലെയാണുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു പ്രൊഫൈസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ടീൻ സ്പേസ് മറ്റു കുട്ടികൾക്കുള്ള വെന്യൂവിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളോട് സംസാരിച്ച് ഞാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള, നമ്മളെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകളും ആശങ്കകളുമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വിദ്യാർത്ഥി എന്നുള്ളതാണ് നാളത്തെ ഭാവിയും സമൂഹവും ഒക്കെ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഫവാസ്ഖാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി ഒരുപാട് കോളേജുകളിൽ പഠനം നടത്തിയിട്ടുണ്ട്. TKM, ഫാറൂഖ് കോളേജ്, GEC തൃശ്ശൂർ, അങ്ങനെ ഒരുപാട്. അതിനുശേഷം തന്നെയും ഫാക്കൽറ്റി ആയിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടും എല്ലാം വിവിധ കോളേജുകളിൽ അധ്യാപനത്തിനും ഏർപ്പെട്ടിട്ടുണ്ട്. കുസാറ്റിലെ ഇപ്പോഴത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും കൂടിയാണ് ഡോക്ടർ ഫവാസ് ടി കെ. അപ്പം അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാലം ഇൻട്രാക്ഷനുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ആദ്യമായി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു വാല്യൂ സിസ്റ്റം, അതായത് മോറൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് വിദ്യാർത്ഥികളുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെ ആറ്റിറ്റ്യൂഡിലെ ചേഞ്ചുകൾ എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷകളും ആശങ്കകളും ആ വിഷയത്തിലുള്ളത്, എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ക്യാമ്പസ് ജീവിതം, ഇപ്പോൾ ഞാനൊരു തുടക്കം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പസിനെ കുറിച്ച് ഇംഗ്ലീഷിലൊരു പുസ്തകം എഴുതിയ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വാഫി ഷിഹാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ക്യാമ്പസിലൊരു ക്ലാസ്സിന് വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കുട്ടികളോട് ചോദിച്ചു, അതായത് ഇന്ന് പിന്നെ ക്യാമ്പസിനെ വളരെ നമുക്കൊരു മോറലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റാത്ത ഒരു ഇടമാണെന്ന് പിന്നെ കാണുന്നവർ, അങ്ങനെ നോക്കിക്കാണുന്നവർ ആരൊക്കെയാണുള്ളത്. അപ്പം ഒരുവിധം എല്ലാവരും അല്ലെങ്കിൽ അതിലെന്ത് ചെയ്തു, അങ്ങനെ പിന്നെ അവിടെ പറ്റാത്ത ഇടമാണ് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു, കുട്ടികൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുകയും ഒരു പറ്റുന്ന ഇടമാണോ എന്ന ചോദ്യത്തിന് അന്ന് പിന്നെ അത് പറ്റുമെന്ന് റെസ്പോണ്ട് ചെയ്തവരിൽ അപൂർവമായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടങ്ങനെ വൈ എന്ന് ചോദിക്കുകയും അങ്ങനെ നമ്മൾ ഒരു ഡിസ്കഷനിലേക്കൊക്കെ പോവുകയും ചെയ്തു. അപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു 96 ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന മുതൽ ഇപ്പം കഴിഞ്ഞ 28 വർഷത്തിനിടയിൽ 2.5 വർഷം മാത്രമാണ് ഒരു ക്യാമ്പസിലല്ലാതെ ജീവിച്ചത്. അത് ഒരു വാട്ടർ അതോറിറ്റിയിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് 2.5 വർഷം ജോലി ചെയ്ത ഒരു സമയത്ത്, അല്ലാത്ത ബാക്കി സമയത്തൊക്കെ ക്യാമ്പസിൽ ഒന്നുകിൽ സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പിന്നെ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പസ് ലൈഫ് എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ, എസ്പെഷ്യലി ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ പീരീഡ് നോക്കിക്കഴിയുമ്പം അവൻ്റെ ഒരു ഭാവി അല്ലെങ്കിൽ അവളുടെ ഒരു ഭാവി എവിടെയാണ് എന്ന് ഭാവി രീതി എങ്ങനെ ആയിരിക്കും എന്ന് നിശ്ചയിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ക്യാമ്പസ് ലൈഫിൻ്റെ ഒരു സ്റ്റൈലായിരിക്കും. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്കൊക്കെ പിന്നെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. പലരും പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് പോസിറ്റീവായി ട്രാൻസ്ഫോം ചെയ്യുന്നവരുണ്ട്, അതിനുശേഷം നെഗറ്റീവായി ട്രാൻസ്ഫോം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ നമുക്ക് ക്യാമ്പസിൽ എങ്ങനെയാണോ ഒരാളുടെ ഇൻവോൾവ്മെൻറ്റ്സ്, ഇപ്പോൾ അയാൾ അവിടെ ടെക്നിക്കൽ പ്രോഗ്രാംസിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ചാരിറ്റി ആക്ടിവിറ്റീസിൽ അവർ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ മറ്റു എന്തൊക്കെ ആക്ടിവിസങ്ങളിൽ അവർ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ റിലീജിയസ് ആക്ടിവിസത്തിൽ അവർ ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ അവരവിടെ കീപ്പ് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകളാണ്, അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പ്രൊഫഷണൽ, ഇപ്പം പ്രൊഫൈസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു സംഘമാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണലിൻ്റെ അയാളുടെ പ്രൊഫഷണൽ രംഗത്തെ എക്സ്പെർട്ടൈസും അതുപോലെ തന്നെ അയാളുടെ ഒരു ജീവിത പിന്നെ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ കാഴ്ചപ്പാടുകളിലുള്ള അതിലുള്ള വ്യൂ പോയിൻറ്റ്സും പേഴ്സ്പെക്റ്റീവ്സും ഒക്കെ യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ക്യാമ്പസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ എങ്ങനെ ഒരു കുട്ടിയെ ഇടപെടാൻ, അവന് അല്ലെങ്കിൽ അവൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ അന്ന് ഒരു ഫ്രീഡമും അവന് ഇൻവോൾവ്മെൻറ്റും ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പർപ്പസ്ഫുള്ളി ഇടപെടുകയും
ആ കുട്ടിയെ ഒരു പ്രൊഫഷണലി കോമ്പീറ്റൻ്റ് ആക്കുകയും അതുപോലെ തന്നെ ഒരു വാല്യൂസും മൊറാലിറ്റികളിലൊക്കെ തന്നെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു അത് പിന്നെ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം യഥാർത്ഥത്തിൽ എന്താണ് ക്യാമ്പസുകളാണ്. അത്ര നല്ലൊരു ഫെർട്ടൈൽ ലാൻഡാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസുകൾ. അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളത്. അതെ, തീർച്ചയായും നമ്മൾ ഈ ഒരു പ്രൊഫൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂരാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂരുമായിട്ട് വേറൊരു ബന്ധമുള്ളത്, ഞാൻ 4 വർഷം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അതിന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പറശ്ശിനിക്കടവ് അടുത്തുള്ള അവിടെ ഞാൻ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കരിയർ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എൻ്റെ ജീവിതത്തിൽ ട്വിസ്റ്റ് എന്നുള്ളത്, ഒരു ദിവസം ഞാനൊരു സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ആവുന്ന സമയത്ത് എൻ്റെ ഒരു സീനിയറായിട്ടുള്ള നവാഫ്ക എന്ന് പറയും, നവാഫ്ക പരപ്പനങ്ങാടിയുള്ള, അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, CR ഉണ്ട്, അതിന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കാമെന്നുള്ള എനിക്ക് പോയി നോക്കി. അങ്ങനെയാണ് കൂടുതലായിട്ട് ഈ സലഫി മനഹജ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നത്. പിന്നെ ഒരു പ്രോഫ്കോണിന് പോയി, മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു പ്രോഫ്കോണിൽ ഒന്ന് 2012-13 ആ ഒരു സമയത്തുള്ള. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഘടന രൂപത്തിലേക്കുള്ള ഒരു എൻട്രി കിട്ടുന്നതും അത് മുഖേന ഒരുപാട് കാര്യങ്ങളിൽ ഇൻട്രാക്ട് ചെയ്യാനും വലിയ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ് പേഴ്സണലായിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു പോയിൻ്റ് തന്നെയാണ് എൻ്റെ ഒരു ജീവിതത്തിലും എനിക്ക് ആ ഒരു ക്യാമ്പസിലൂടെ ആ ഒരു വാല്യൂ അപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് എനിക്ക് കിട്ടിയിട്ടിരുന്നത്. അപ്പോൾ കാരണം അങ്ങനത്തെ ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഒരു അവസ്ഥ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, അടിപൊളി മീൻസ് നല്ല ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സെലിബ്രേഷൻ മോഡിൽ അങ്ങനെ പോകുന്ന ലൈഫുണ്ട്. പിന്നെ ഇങ്ങനത്തെ നമ്മൾ കൃത്യമായിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം ആലോചിച്ചുകൊണ്ട് പോകുന്നൊരു 2 പാത്തുണ്ട്. അതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളത് സഹായകമായത് ക്യാമ്പസ് ജീവിതത്തിൽ തന്നെയാണ്. പക്ഷേ അത് നമുക്കൊരു അടുത്തൊരു കാര്യം കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞപ്പോഴേ നമ്മളിപ്പം ഈ ക്യാമ്പസിൽ നമുക്ക് ഇപ്പം ഈ 2 പെർസ്പെക്റ്റീവ്സ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു സെലിബ്രേഷൻസ് എന്നുള്ളതും അല്ലെങ്കിൽ നമുക്കൊരു അല്ലാത്ത നമ്മളൊരു ജീവിത ലക്ഷ്യത്തിൻ്റെ ബോധവും ഒക്കെ ഉള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെയുള്ള ഒരു പാത്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ക്യാമ്പസിലെ പുതിയ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ന്യൂജൻ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ഒരു മധ്യമമായിട്ടുള്ള ഒരു നിലപാട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്കത് എസ്പെഷ്യലി കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് അത് ഒരു കൺവിൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഒരു ക്യാമ്പസിൻ്റെ ഒരു പൊതുധാരയിൽ സെലിബ്രേഷൻസിൻ്റെ കൂടെ നമുക്ക് സാധിക്കുന്ന, അതായത് ഓരോരുത്തരുടെയും ഒരു വിശ്വാസത്തിൻ്റെയും അവരുടെ ഒരു ധാർമ്മികതയുടെയൊക്കെ തന്നെ പരിധിയിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു സാമൂഹിക ഇടപെടലുകൾ അവർ നടത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു അതേസമയം അവരുടേതായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സജീവമാവുകയും അത്തരത്തിലുള്ള പഠനങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ക്യാമ്പസ് വിദ്യാർത്ഥിയാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത്. അല്ലെങ്കിൽ വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് പ്രതീക്ഷയുള്ളത് ഒരു ക്യാമ്പസ് ജീവിതത്തിനെ കുറിച്ചാണ്. എല്ലാവരും മൊത്തത്തിൽ എല്ലായിടത്തും സാഹിത്യത്തിലായിരുന്നാലും എല്ലായിടത്തും ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്സിനെ കുറിച്ചും പളവളപ്പിനെ കുറിച്ചൊക്കെ എന്തുണ്ട് ഒരുപാട് ഡിസ്കഷൻസ് പൊതുവെ എല്ലാവർക്കും പ്രതീക്ഷകളാണ്. അപ്പോൾ അതിന് മൊത്തത്തിൽ ഒരു തല്ലിക്കെടുത്തുന്നത് ആവരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവർക്ക് നമുക്ക് സാധ്യമായ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ലക്ഷ്യത്തിന് വിരുദ്ധമല്ലാത്ത ഇടങ്ങളിലൊക്കെ തന്നെ അതിൽ ഇടപെടുകയും അവിടെ സാമൂഹികമായിട്ട് ഇടപെടലുകൾ നടത്തുകയും ചെയ്യുകയും അതേസമയം നമ്മുടെ വാല്യൂസ് അത് അപ്ഹോൾഡ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു ക്യാമ്പസ് വ്യക്തിത്വങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വിദ്യാർത്ഥികളെയൊക്കെ ഒരു നല്ല പാതയിലേക്കൊക്കെ ആകർഷിക്കാൻ എന്ത് ചെയ്യുക. അപ്പോഴേ അവർക്ക് സാമൂഹികമായ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. അവരവിടുത്തെ ലീഡറായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു ഇടപെടുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ഇടപെടുന്ന മാതൃകകൾ എന്ത് ചെയ്യണം ക്യാമ്പസിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കതിൽ ആഡ് ചെയ്യാനുള്ളത്. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഫവാസ്ക ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു മുസ്ലിം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ സമൂഹവുമായിട്ട് ഇടപെട്ട് പോകുന്ന ഒരാൾ ആവണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് നമ്മൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട അടുത്തൊരു മേഖല നോക്കുകയാണെങ്കിൽ പലപ്പോഴും മിക്ക വിദ്യാർത്ഥികളും നമ്മൾക്കൊരു സർക്കിൾ നോക്കുകയാണെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു വിഷയത്തിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാവണം എന്നില്ല. ഇപ്പം ഒരു ബിടെക് സിവിലിൽ എടുക്കുന്ന ആൾ അത് സിവിൽ എഞ്ചിനീയറിങ്ങിനോട് ഒരുപാട് ഇഷ്ടം കൊണ്ടാവണം എന്നില്ല. പക്ഷേ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കയറി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവൻ പഠിക്കുന്ന ഫീൽഡിനോട് എത്രത്തോളം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എത്രത്തോളം താല്പര്യമുണ്ട്, ഈ പ്രത്യേകിച്ച് പുതിയ കാലത്ത് അങ്ങനെയാണോ സെലക്ട് ചെയ്തിട്ടാണോ കുട്ടികൾ വരുന്നത്, എന്താണ് ഒരു ഫവാസ്കൻ്റെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്? ഇവിടെ നമ്മൾ ഈ പൊതുവെ എന്താ വെച്ചാൽ ഒരു കരിയറിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പൊതുവെ കുട്ടികൾ ചിന്തിക്കുന്നത്.
അപ്പം അതായത് ഒരു 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം എന്ത് ചെയ്യണം, അവർക്കൊരു ജോലി വേണം. അപ്പോൾ ഒരു പ്ലേസ്മെൻറ്റ് കൂടുതലുള്ള ഒരു കോഴ്സിന് ചേരുക എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ്. അപ്പോൾ അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്, പിന്നെ ഒപ്പീനിയൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പ്ലേസ്മെൻറ്റ് മാത്രം നോക്കുമ്പം ആ സബ്ജക്റ്റിലുള്ള ഒരു എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ അതിലെ നോളജ്, അതിൽ നല്ല കോർ വാല്യൂസ് ഉള്ള ആളുകളെ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ള. അതേസമയം ഇവരെ എംപ്ലോയബിൾ ആക്കുക, എംപ്ലോയബിലിറ്റിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രീസിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഇവരെ പഠിപ്പിക്കുക എന്നുള്ള അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അത് പൊതുവേ ഇപ്പം നമ്മളുടെ ഇപ്പം സിലബസ്, യൂണിവേഴ്സിറ്റികളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പറഞ്ഞല്ലോ, ഒരു പണ്ട് ഒരു സിവിൽ എഞ്ചിനീയർ പഠിച്ചിരുന്ന ആ ഒരു അത്ര കോറായിട്ട് എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ഇപ്പം സബ്ജക്ട്സ് പഠിക്കുന്നില്ല. മാത്രമല്ല ഇപ്പം ഈവൻ IIT-കളിൽ പോലും ഉള്ളൊരു ഡിസ്കഷനാണ്, NIT-കളിലൊക്കെ തന്നെ ഉള്ള, ഈവൻ നമ്മളുടെ KTU-ലുള്ള ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ വരെ നമ്മളുടെ ഈ കോറിൻ്റെ പെർസെൻറ്റേജ് കുറക്കുന്നതാണ് എന്തുള്ളത്. ഒരു പണ്ട് 100% കോറ് പഠിക്കുന്നത് 60% കോറ് പഠിക്കുകയും ബാക്കി നമുക്ക് ഈ എംപ്ലോയബിലിറ്റിക്ക് വേണ്ട കോഴ്സുകളൊക്കെ പഠിപ്പിക്കുക എന്നുള്ള, അതാണ് ഇപ്പം പൊതുവെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തഡോളജി. പക്ഷേ ഭയങ്കര അക്കാദമിക് രംഗത്തുള്ള, അത് റിസർച്ച് രംഗത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, അതിന് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മളുടെ ഒരു സംവിധാനത്തിൻ്റെ ഒരു വാല്യൂയെയും അതിൻ്റെ ഒരു നിലവാരത്തേക്ക് എന്ത് ചെയ്യാണ്, പിന്നെ അത് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊരു വെള്ളം ചേർക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്നുള്ള ഒരു നിലപാടുള്ളവരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അത് കുറച്ച് പേര് എന്ത് ചെയ്യണം, നല്ല ഹൈലി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ആ വിഷയത്തിൻ്റെ ഡെപ്തിൽ പോകേണ്ടുന്ന ആളുകൾക്കുള്ള അങ്ങനെയുള്ള, അപ്പം ഹോണേഴ്സ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ അതിലുണ്ട്. കൂടുതൽ ഡെപ്തിൽ പഠിക്കാനൊക്കെ ഉള്ള ഈ ഫ്ലെക്സിബിൾ തന്നെ ഹോണേഴ്സൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൂടുതൽ ഡീപ്പായി പോകാൻ, കൂടുതൽ ക്രെഡിറ്റുകൾ ഏൺ ചെയ്ത് അങ്ങനെ പോകാനുള്ള സംവിധാനങ്ങൾ ഇപ്പം ആൾറെഡി എന്തുണ്ട്, ആ ഒരു സംവിധാനം പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു 2 തരത്തിൽ ഇതിനെ കാണാൻ പറ്റും. ഒന്നെന്താ വെച്ചാൽ അവരെ കുട്ടികൾ ജോബിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അവർ ജോബ് ഓറിയൻറ്റഡ് പോകുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഗ്രി വേണം. ഒരു പണ്ടത്തെ പോലെ നമ്മൾ പ്രീ ഡിഗ്രി വെച്ചിട്ട് ഒരു ജോലി അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു ഡിഗ്രി വേണമല്ലോ, ഒരു ഗ്രാജുവേഷൻ എന്നുള്ളൊരു മിനിമമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ എന്ത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇപ്പം ടഫായിട്ടുള്ള, കുറച്ച് ടഫെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ പഠിക്കാൻ എന്തില്ല. ഇപ്പം പ്യുവർ സയൻസിൻ്റെ ഡിഗ്രി കോഴ്സുകളൊക്കെ പലപ്പോഴും കേരളത്തിൽ ഇനി പല യൂണിവേഴ്സിറ്റികളിലും എന്താണ്, ഒരുപാട് വാക്കൻ്റായി കിടക്കുകയാണ്. അപ്പം കുട്ടികൾ കുറച്ചും കൂടി ലൈറ്ററായിട്ടുള്ള കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. ഒരു എംപ്ലോയബിൾ ആവുക എന്നുള്ളതാണ് കുട്ടികളുടെ എന്തുണ്ട് പുതിയ ഒരു പെർസ്പെക്റ്റീവ്. വളരെ കുറഞ്ഞ ആളുകളാണ് എന്തുള്ളത്, വളരെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ചിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള, അപ്പോൾ അതും വേണം നേർക്ക്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യണം, വേണം. പക്ഷേ അതായത് എംപ്ലോയബിലിറ്റിയെ, കാരണം അൾട്ടിമേറ്റ്ലി ഇവർക്ക് ജോലി വേണമല്ലോ. അപ്പോൾ എംപ്ലോയബിലിറ്റിക്ക് വേണ്ടി നൽകുന്ന കാര്യങ്ങളെ നമ്മൾ അത് വേണ്ടതില്ലാന്നോ അതിനൊരു വില കുറച്ച് കാണുകയോ ചെയ്യുന്നത് എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സംസാരത്തിൽ സൂചിപ്പിച്ചു റിസർച്ച്, അതുപോലെ ഓൺട്രപ്രണർഷിപ്പ്. ഇപ്പം നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ ഫെസിലിറ്റീസുകൾ, ഇപ്പം പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ടാക്സി, അങ്ങനത്തെ പുതിയ ബിസിനസ് കൺസെപ്റ്റുകൾ, അത് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ജീവിതം എളുപ്പമാക്കുന്നുണ്ട്, പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആവുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ, ഓൺട്രപ്രണർഷിപ്പുകൾ വരുന്നത് കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നാണെന്ന് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട്, ഇപ്പോൾ താങ്കൾ കുസാറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അപ്പോൾ ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് കുസാറ്റിൽ ചില കോഴ്സുകൾക്ക് അവസാന വർഷം നമുക്കൊരു വളരെ സുഖകരമായിട്ടുള്ള രൂപത്തിൽ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളത്. മൊത്തത്തിൽ ഈ ഒരു കാലാവസ്ഥയോട്, ഈ ഒരു സാഹചര്യങ്ങളോടും അവസരങ്ങൾ കൊടുക്കുന്ന രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത്, ഇനി ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ? ഇപ്പം നമ്മളുടെ അക്കാദമി രംഗത്ത് ഈ ഇൻറ്റേൺഷിപ്പുകൾ അതൊക്കെ വളരെയധികം ഇപ്പം പണ്ടൊക്കെ വളരെ താല്പര്യപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇൻറ്റേൺഷിപ്പിന് പോകുമെന്നല്ലാതെ ഇപ്പോൾ അത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ BTech നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ എല്ലാ ഇയറിലും 2 മാസം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. 4 to 6 വീക്ക് വരെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ, സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ, തേർഡ് ഇയർ കഴിയുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, 4 to 6 വീക്ക് വരെ ഇൻറ്റേൺഷിപ്പ്. അത് വളരെ വർഷങ്ങളായിട്ട് നിലവിലുള്ള ഒരു സംവിധാനമാണ്. ഒരു 10, 30, 40 വർഷം മുതലേ ആ ഒരു ഇൻറ്റേൺഷിപ്പ് എന്തുണ്ട്, ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഇവർ പോകും. അപ്പോൾ ഇന്ന് അത് പല യൂണിവേഴ്സിറ്റികളുടെയും കരിക്കുലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള, ഞാൻ M.Tech പഠിക്കുന്ന സമയത്ത്
പിന്നെ എനിക്കിതുപോലെ ഒരു ക്രയോജനിക്സ് രംഗത്ത് ഒരു ഇന്ത്യയിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു കമ്പനി, കൽക്കട്ടയിലെ ഒരു കമ്പനിയിൽ, അപ്പോൾ അവർ പ്ലേസ്മെൻറ്റിന് വന്നു. അപ്പോൾ ആ പ്ലേസ്മെൻറ്റിന് വന്ന സമയത്ത് അവരുടെ ഒരു ഓഫർ ഇതായിരുന്നു, പ്ലേസ്മെൻറ്റ് ഓഫർ. അതായത് ഒരു 1 year അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 6 months നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അബ്സോർബ് ചെയ്യാവുന്ന ആ ഒരു നിലക്കുള്ള ഒരു പ്ലേസ്മെൻറ്റ് ഓഫർ കിട്ടി. പക്ഷേ അന്നത്തെ ഒരു കുടുംബ സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ അങ്ങനെ വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യുള്ളൂ, അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യുക എന്നുള്ളത് ഇന്നത് വളരെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യുക കമ്പനിയിലേക്ക് എന്നുള്ളത് ഇന്ന് വളരെയധികം ഒരു വ്യാപകമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ, അപ്പോൾ അവർക്ക് ഫൈനൽ ഇയറിൽ ഒരു പേപ്പറുണ്ട്, ബാക്കി എല്ലാ പേപ്പറുകളും ഇവർ മാറ്റി, ഈ ഒരു പേപ്പർ ഇവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പം അന്ന് ഞാൻ ഇതുപോലെ ഒപ്പീനിയൻ പറഞ്ഞു, നമ്മൾ ആ പേപ്പർ കൂടി എന്ത് ചെയ്യണം, അവർക്ക് മറ്റൊരു ഇയറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയും ഒരു ഫൈനൽ ഇയറിൽ അവർക്കൊരു പറ്റുന്നൊരു സമയത്ത് ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് ഒഴിവുള്ളൊരു സമയത്ത് എന്ത് ചെയ്യണം, അവരവിടെ പോയിട്ട് പ്രൊജക്റ്റ് ചെയ്യാനും ഇന്റേൺഷിപ്പ് ചെയ്യാനൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, ഈ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, അവർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അക്കാദമിക രംഗം യഥാർത്ഥത്തിൽ എന്താണ്, ഈ ഓൺടർപ്രണർഷിപ്പിന് അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പിന് അതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം റീഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അക്കാദമിക രംഗം ഉള്ളത്. ഓക്കെ, മാഷാ അല്ലാ. നമ്മളിപ്പം സംസാരിച്ചത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള മോറൽ വാല്യൂസ്, അതുപോലെ അവരുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളും സാധ്യതകളും റിസർച്ചും ഓൺടർപ്രണർഷിപ്പും എല്ലാമാണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസാരിച്ചത്. ഇതിലേക്ക് വലിയ നല്ല വിവരങ്ങളും അതുപോലെ കാഴ്ചപ്പാടുകളും ഒക്കെയാണ് നമുക്ക് ഫവാസ് കേഡറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രൊഫൈസ് വേവ്സിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.